ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാവരും കേട്ട സുപരിചിതമായിട്ടുള്ളൊരു സ്ഥലത്താണ്. എവിടെയാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്? കോവളം. അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച കടൽ തീരമാണ് കോവളം. കോവളം എന്ന് പറയും നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു അറബിക്കടലിന്റെ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ തീരപ്രദേശമാണ്. പ്രധാന തീരം കൂടാതെ ചന്ദ്രക്കല ആകൃതിയിൽ മറ്റ് 3 തീരങ്ങൾ കൂടി ഇവിടെ ഉണ്ടല്ലേ? അതെ. പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ നഗരത്തിൽ നിന്നും 16 കിലോമീറ്റർ അകലെയായി അറബിക്കടലിന്റെ തീരത്തായി ഒരു തീരദേശ പട്ടണമാണ് കോവളം. തന്നെയല്ലേ? കോവളത്തിന് ചുറ്റുമായിട്ട് ധാരാളം കടപ്പുറങ്ങളും വിശ്രമ സങ്കേതങ്ങളും ഉണ്ട്. ഒത്തിരി കച്ചവട സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് വിദേശത്തു നിന്ന് വരുന്ന ആളുകൾക്ക് പോലും ഇവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് കടൽ തീരത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്നതിനുള്ള റെസ്റ്റോറന്റുകളും എല്ലാ സൗകര്യവും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഒത്തിരി വിഴിഞ്ഞത്ത് പോകാനായിട്ട്. പക്ഷെ ഇപ്പോൾ അത് ഓപ്പൺ ആണോ ഇല്ലെന്നൊരു സംശയമുള്ളത് കൊണ്ട് പോയില്ല. ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പാറക്കെട്ടുകളുള്ള തീരത്ത് രാവിലെയും വൈകുന്നേരമായിട്ട് നമ്മുടെ കടലിന്റെ സായാഹ്ന ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് വിദേശത്ത് നിന്നും നമ്മുടെ സ്വദേശത്ത് നിന്നുള്ള ഒത്തിരി ആളുകൾ എത്താറുണ്ട്. വെക്കേഷൻ ടൈമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നല്ല തിരക്കാണ് കേട്ടോ. പ്രധാന തീരം കൂടാതെ 3 ബീച്ചുകളായിട്ട് കോവളത്തിൽ തിരിച്ചിട്ടുണ്ടല്ലേ? കോവളം ബീച്ച്, ഹൗവ ബീച്ച്, പിന്നെ സമുദ്ര ബീച്ചിൽ ആണ് നമ്മുടെ KTDCയിൽ ഒരു ചെറിയൊരു റെസ്റ്റോറന്റ്, ഹോട്ടലും എല്ലാം കൂടെ ഉണ്ട്. അതെ, ഇപ്പൊ നമ്മളിത് കോവളത്താണ് കേട്ടോ നിൽക്കുന്നത്. കോവളത്ത് നമ്മുടെ മെയിൻ പാർക്ക് നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ നേരെ പാർക്കിങ്ങിന്റെ അവിടെ നിന്ന് നേരെ കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങണം കേട്ടോ. പക്ഷെ ഇപ്പൊ സ്റ്റെപ്പ് ലാസ്റ്റത്തേക്ക് പോയിരിക്കുന്നു തോന്നുന്നു. കടൽക്ഷോഭത്തിന്റെ ഇതിൽ പോയതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോവളത്തിന്റെ തന്നെ ഒരു ജുമാ മസ്ജിദ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് നമ്മളെ ഇതില് കടലിൽ കൂടി ചേർന്നാണ് ആ മുസ്ലിം പള്ളി ഇരിക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ വലിയ ആഴമില്ല. അതായത് വലിയ ആഴമില്ലെന്നല്ല, കളിക്കുന്നതിനും അഥവാ കുളിക്കുന്നതിനൊന്നും തടസ്സമില്ലാത്തൊരു അടിച്ച് പൊളിക്കാന്ന് പറഞ്ഞാൽ കുട്ടികളെയൊക്കെ നമുക്ക് ധൈര്യമായിട്ട് വിടാം. നമുക്ക് പേടിക്കാനില്ല എന്ന് പറഞ്ഞാൽ ഈ തീരം എന്ന് പറഞ്ഞാൽ ഇത്തിരി ഉള്ളിലോട്ടാണ്. അതുകൊണ്ട് തന്നെ അതുമല്ല നല്ല നിരന്ന പ്രദേശമാണ്. നമ്മള് ഇപ്പൊ ഈ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ടോ ഇതിന്റെ താഴോട്ട്. ഇപ്പൊ നമ്മളെ മീനൂട്ടിയൊക്കെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ താഴോട്ട് അവിടെ ഒരു ആട് ഇരിക്കുന്നത് കണ്ടോ. ആ ഇരിക്കുന്നത് അവിടെ നിന്നും താഴ്ച കുറവാണ്. ഇവിടെയൊക്കെ നല്ല നമ്മൾ ധൈര്യമായിട്ട് പോയി നിന്ന് നനഞ്ഞ് നടക്കാനും എല്ലാത്തിനും കഴിയുന്നതാണ്. മീനൂട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോഴും നിങ്ങൾ ഈ കാണുന്ന കണക്കല്ല, ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് മീനൂട്ടിയുടെ കോൾ അങ്ങ് മാറും. അതാണ് നമ്മള് ഒരു ഒതുങ്ങിയൊരു സ്ഥലത്ത് പോയി നിൽക്കുന്നതാണ്. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. വെക്കേഷനും ഓണത്തിന്റെ അവധിയും ഒക്കെ ആയതുകൊണ്ടൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. മീനൂട്ടി സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഒരു ചെറിയ കൈയും കാലം മാത്രം നനച്ച് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ കടലം വരെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ നമ്മളെ അടിച്ച് കയറിയതിനു ശേഷം തിരിച്ചതേ സ്പീഡിൽ പോവല്ലേ. ചേട്ടൻ വന്നില്ല കേട്ടോ. ചേട്ടൻ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കണം. ചേട്ടന് ഇറങ്ങാൻ വയ്യെന്ന് പറഞ്ഞ് ഇറങ്ങിയില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ എന്തായാലും അടിച്ചു പൊളിച്ചു. ഞാനും മീനക്കുട്ടിയും കൂടെ അടിച്ചു പൊളിച്ചു കേട്ടോ. പിന്നെ കടൽ തീരത്ത് കടലിൽ വന്ന് കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീനുകുട്ടിക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇറക്കിയത് കേട്ടോ. അടിച്ചു പൊളിക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ വേറൊരു ബീച്ചിൽ പോയാലും നമുക്ക് ഇതേപോലെ ധൈര്യമായിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ബാബച്ചി. എന്ന് പറഞ്ഞാൽ അത് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ലെവലുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് എന്ന് പറഞ്ഞാൽ അത്ര പേടിക്കേണ്ടി വരുന്നില്ല. ആ പാറയൊക്കെ കേട്ടാ, ആ പാറ അവിടെ കിടക്കണതെല്ലാം പൊളിഞ്ഞു വീണതാണ്. അതെ, അത് കുറെ കൊണ്ടിട്ടേക്കുന്നതാണ്. നമ്മുടെ കടൽ ഭിത്തി പോലെ കൊണ്ടിട്ട് ഞാൻ പൂന്തറയുള്ള ബീച്ചിന്റെ ഇതിൽ പറഞ്ഞപ്പോഴും പറഞ്ഞത് നമ്മൾ വിഴിഞ്ഞ പോർട്ടിന്റെ ഒക്കെ പണി നടക്കുന്നതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ഇവിടെ ഇങ്ങനെ ചെയ്തിരിക്കാൻ. അതിന് മുൻകൂട്ടി ഉണ്ടായിരുന്നു അങ്ങനെയുള്ളതൊന്നും നമുക്കറിയത്തില്ലല്ലോ. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല, പറയാതിരിക്കാൻ വയ്യ. മീനക്കുട്ടി ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് ഇവിടെ. പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പേടിയായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഓരോരുത്തർ ഞാൻ ഇവിടെ ഉള്ള ആൾക്കാരല്ല, നമ്മുടെ ഹിന്ദിക്കാർക്ക് ഒരുപാട് പേര്, ഞാൻ തന്നെ ഒരുപാട് പേർക്ക് ഫോട്ടോയൊക്കെ എടുത്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ അപ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവരെ വീഡിയോസും കൂടെ ഇതിൽ കൂടെ ഉൾപ്പെട്ടൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നീട് എന്തെങ്കിലും വിഷയമാവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ ഒരുപാട് പേര്
ഞാനും മീനും കൂടെ വെള്ളത്തിൽ കുറെ ദൂരം വരെയൊക്കെ പോയിട്ട് വീഡിയോയിലായിരുന്നു ശ്രദ്ധിച്ചില്ല. നീ ഇതിൽ ഇങ്ങനെ നിന്ന സമയത്താണ് നമ്മളൊരു ബ്രിട്ടീഷ് അവിടെ ബ്രിട്ടനിലാണ് കണ്ട് താമസിക്കുന്നതാണെന്ന് തോന്നുന്നു. അവരിവിടെ വന്ന ഒരു എന്താണ് ഇതില് പറയുന്നത്, എന്നെ പിടിക്കണ്ടാമെന്ന് പറഞ്ഞ് നിക്കണൊക്കെയാണ്. എന്ത് പറയുന്നത്, സായിപ്പോ അതാണ് സായിപ്പ്. ഒരു സായിപ്പിന് ഞാൻ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ വി മോഡലൊക്കെ കാണിച്ചിട്ട് ബൈ ബ്രോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഫോട്ടോ എടുക്കും, ക്ലിക്ക് പറഞ്ഞ് ഞാൻ ഫോട്ടോയൊക്കെ എടുത്ത് കൊടുത്തായിരുന്നു. ഇതേ കണ്ടോ, അതാ സെൽഫി എടുക്കുന്നുണ്ടോ. നമ്മൾ ഇവിടെ നിന്ന് വേറെ എവിടെ കിട്ടുന്ന ഇങ്ങനെ ധൈര്യമായിട്ട് കയറി ഇന്ന് നമുക്കൊരു സെൽഫി എടുക്കാനും ഇതിനൊക്കെ. നമ്മൾ വേറെ ഇപ്പോഴത്തേത് വെച്ച് നോക്കുമ്പോൾ വെട്ടുകാട് പോലും നമുക്ക് സമാധാനത്തോടെ പോയി ഇറങ്ങിക്കാൻ പറ്റത്തില്ല. നേരത്തെയൊക്കെ വെട്ടുകാടൊക്കെ ഇറങ്ങിക്കാൻ പറ്റുമായിരുന്നു. വാവച്ചി എന്ന് പറഞ്ഞാൽ പിന്നെ പൊളിച്ചു. ഞാൻ മാറി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒന്നാമത്തെ കാര്യം ഫോൺ ഇരിക്കുന്നു, രണ്ടാമത് നമുക്ക് ഫോണൊക്കെ വച്ച് പൂട്ടി വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. എന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കണം, എനിക്ക് എൻ്റെ ചാനലിന് വേണ്ടി വീഡിയോ വേണ്ടേ. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫോണൊക്കെ കൊടുത്തിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ആദ്യം എനിക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പതുക്കെ ഞാനും ചാടി നേരും. പറയാതിരിക്കാൻ വയ്യ. നമ്മളിനിയിപ്പം നോക്കാം, ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് നോക്കാം അല്ലേ. പക്ഷെ വേറെ ലെവൽ തന്നെയാണല്ലേ നമ്മുടെ കോവളം ബീച്ച്. ഞാൻ സത്യം പറഞ്ഞാൽ അത് ഇത്രയും നാള് നമ്മൾ വണ്ടി ഓടാനും എല്ലാത്തിനും നിന്നിട്ട് കോവളം ബീച്ചിന് ഞാൻ പോയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കോവളം ബീച്ചിൽ പോണത്. പോയപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പോയിട്ടുണ്ട്, പക്ഷെ ഇവിടെ അല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ പോയതൊക്കെ. ഇവര് പോയത് ഹവ ബീച്ചിലാണ്, മറ്റേ തൊട്ടപ്പുറത്തുള്ളവരാണ് കേട്ടോ. ഇതാണ് മെയിൻ ബീച്ച് കേട്ടോ, കോവളത്തെ മെയിൻ ബീച്ച് എന്നറിയപ്പെടുന്നത് ഇതാണ് കേട്ടോ. ഇവിടെ മറ്റേ നമ്മള് ബോട്ടിംഗ് ഇല്ലായിരുന്നല്ലോ. ഇവിടെ ബോട്ടിംഗ് ഒന്നും ഇപ്പൊ അങ്ങനെ കണ്ടില്ല, പക്ഷെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ പറയണത്. ഇപ്പൊ ഇല്ല കേട്ടോ, ഇല്ലാത്തതാണെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ അറുമാദിച്ചു. വേറെ ലെവൽ തന്നെയായിരുന്നു. എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ട് നിർത്തിയിട്ട് മേലെ കയറി കേട്ടോ. നമ്മൾ മേലെ കയറി നമ്മളിതാ ഈ കാണുന്നുണ്ടോ, ഇത് കടലിൽ കൂടെ ചേർന്നാണ് ആ മുസ്ലിം പള്ളി ഇരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ പാർക്കിംഗ്. നമ്മൾ ഈ പാർക്കിങ്ങിൽ വണ്ടി കൊണ്ട് ഇറങ്ങി നടന്നു പോകുന്നത്. അതെ, ബസ്സുകളും ഇതെല്ലാം വണ്ടികളൊക്കെ വന്ന് ഭയങ്കര ഇതായിരുന്നു കേട്ടോ തിരക്ക്. വൈകുന്നേരം ആയപ്പോ പിന്നെ പറയണ്ട, അത്ര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ചായ കുടിക്കാനും ഐസ്ക്രീം കുടിക്കാനും എല്ലാത്തിനുള്ള കടകളുണ്ട് കേട്ടോ. എല്ലാ അത്യാവശ്യം വേണ്ട എല്ലാ കടകളും, കളിപ്പാട്ട കടകളും, എല്ലാ കടകളും ഉണ്ട്. പാർക്ക് ചെയ്തിട്ട് റോഡ്, മെയിൻ റോഡ് കണ്ടോ, ഇവിടെ ഒന്ന് തീരുകയാണ്. ഈ റോഡ് ഇവിടെ ഒന്ന് തീരുകയാണ് കേട്ടോ. ഈ റോഡ് ഇവിടെ ഒന്ന് തീരുകയാണ്. ഈ റോഡ് ഇവിടെ ഒന്ന് തീർന്ന് നമ്മൾ നേരെ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഇറങ്ങുകയാണ് കോവളത്തിലോട്ട്. വണ്ടി ഇതുവരെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ, അപ്പോൾ കോവളത്തെ ഞങ്ങളുടെ ബീച്ചിലെ കാഴ്ചകളും കടലും ഒക്കെ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.